ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഇന്നൊരു പുതിയ പാർക്കിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാർക്കൊന്ന് കാണാം. അതിലേക്കൂടെ ഇങ്ങനെ നടന്നു വന്നു. ഇങ്ങനെ നടന്ന് വരുമ്പോൾ നമ്മളിവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഒബ്സർവേഷൻ ഡെക്കുണ്ട്. ഇവിടെ നമുക്കെല്ലാം കാണാം. സൈഡ് വേണമെങ്കിൽ ഇരിക്കാം. അപ്പം നമ്മളിവിടെ കണ്ടു കഴിഞ്ഞു. ഈ പാർക്കിൻ്റെ പേരാണ് കൊപ്പൽ നേച്ചർ പാർക്ക്. നമ്മൾ വീണ്ടും അതർ സൈഡിലേക്ക് പോവുകയാണ്. പാർക്കിൻ്റെ വേറെ സൈഡ് പല സെക്ഷനായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, ആൾക്കാർ നടക്കുന്നുണ്ട്. അപ്പോൾ പോവുകയാണ് ഗൈസ്, നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ്. ഒരു ബട്ടർഫ്ലൈ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ അവിടുത്തെ ടൈമിങ്സിൻ്റെ കാര്യവും റൂൾസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഇതിലെ വേണമെങ്കിൽ പോകാം, ഇതിലെ വേണമെങ്കിൽ നമുക്ക് നടക്കാം, എങ്കിൽ നമുക്ക് അങ്ങോട്ട് നടക്കാം. അവിടെ ഒരു എഡ്യൂക്കേഷൻ സെൻ്ററുണ്ട്. നമുക്ക് ഫ്ലൈറ്റിൻ്റെ സൗണ്ട് കേൾക്കാം. എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഒത്തിരി ഫ്ലൈറ്റ് വരികയും പോവുകയും ചെയ്യുന്നുണ്ട്. വെള്ളം ഇതുണ്ടോ, ഭയങ്കര പാർക്കായത്. 66 ഏക്കറിലുള്ളൊരു വലിയ പാർക്കാണ്. വലിയ ഫോറസ്റ്റ് പോലെ സൈഡൊക്കെ. ഇതാണ് എഡ്യൂക്കേഷൻ സെൻറ്റർ. ഒരു എഡ്യൂക്കേഷൻ സെൻ്ററുണ്ട്. അടുത്ത ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു അമണ്ടൻ ഒരെണ്ണം ഇരച്ചു പാഞ്ഞു വരുന്നുണ്ട്. ആൾക്കാരൊക്കെ ഓടുന്നു. ഇത് ബേസ്ബോൾ ഫീൽഡാണ്. അതിൻ്റെ ഗെയിം കാണാൻ വേണ്ടി ഇരിക്കാനുള്ള ബെഞ്ചും കോർട്ടും എല്ലാമാണ്. അങ്ങനെ ഫൈനലി ഞങ്ങൾ അവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കാവുന്നു. നല്ല അടിപൊളി ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു അടിപൊളി പാർക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ ടൈം ആയതുകൊണ്ട് നല്ല കാറ്റുമുണ്ട്. ചൂടെല്ലാം പോയി നല്ല സുഖം നടക്കാൻ. പിന്നെ ഇവിടെയാണെങ്കിൽ അറിയാം, എല്ലായിടത്തും ട്രാഷ് ക്യാൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളിരിക്കുന്ന ട്രാഷുകൾ ബോട്ടിൽ അങ്ങനത്തെയൊക്കെ നമുക്ക് ഇതിനകത്തിടാം. ഒരിടത്തും വാരി വലിച്ച് ഇടണ്ട. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.